know the road up ahead. Who are you? Same as you. A wanderer. A guest in dreams. Yet unaware. This time, I'll be the villain. But I have been on this path too long now. The street was filled with ghosts. Without a single coin, you call yourself the god of treasure? I'll give you one more chance. Go on. Kill me. Hold up. If I don't go back, what'll happen to the others? Mere Anne. Such an unseemly struggle. You've got a sword, right? So why can't you save her? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പുതിയൊരു ഗെയിം പ്ലേ, അതായത് ഇൻസ്റ്റയിലും റീൽസിലൊക്കെ സ്റ്റോറിയിലൊക്കെ നല്ല ഇത് ഓടുന്നൊരു ഗെയിമാണ്. പുതിയൊരു ഗെയിം, ഫ്രീ പെയ്ഡ് ഗെയിം. ഇതേപോലൊരു ഫ്രീ പെയ്ഡ് ഗെയിമിൽ ഇത്ര വലിയ ഔറയുള്ളൊരു ഗെയിം വേറെ ഈ വർഷം ഇറങ്ങിയിട്ടില്ല. അത്രയ്ക്കും കിടക്കാച്ചൊരു ഗെയിമാണ് ഗൈസ്. പേരെന്താണ്, വേർ വിൻഡ് മീറ്റ് എന്ന് പറയുന്ന ഗെയിം. ഇത് ചൈനീസ് ഗെയിമാണ്, പക്ഷെ ഫോണിൽ ഈ അടുത്തായിട്ടാണ് വന്നത്. ഡിസംബർ 12 ഇറങ്ങിയിട്ട് നമ്മളെല്ലാവരെയും പറ്റിച്ചു. പ്ലേ സ്റ്റോറിലൊന്നും വന്നില്ല. ഇന്ത്യ വെർഷൻ അല്ല, ചൈനീസ് അല്ലേ, അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വന്നില്ല. ബട്ട് സാധനം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് തുടങ്ങി. അപ്പം നമ്മൾ എന്തായാലും കയറി അകത്ത്. ഇതാണ് നമ്മളെ ഗെയിം. നല്ല ഗ്രാഫിക്സ് ഉണ്ട്. തുടക്കം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സ്റ്റേജ്, ഡിഫറൻസ്, എവിഡൻസ്. ഗൈസ് നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ് ഗൈസ്. പക്ക ഗ്രാഫിക്സ്. ഓൺലൈൻ ഓഫ്ലൈനൊക്കെ ആയിട്ട് ഈ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും പക്ക പെർഫെക്റ്റ് ആയിട്ടൊരു ഗെയിമാണ് ഗൈസ് ഇത്. എന്നാലും ഇത്ര ഔറുള്ളൊരു ഗെയിം ഫ്രീ പെയ്ഡായിട്ട് എനിക്കറിഞ്ഞ ഉടനെ ഇതാവും. എല്ലാവരും കൂടി കയറുമ്പോഴത്തേക്ക് ഇതാവും. നല്ലൊരു എന്തുവാ റേറ്റിംഗും മിക്കവാറും കയറുന്നില്ല. ഫസ്റ്റ് ചെയ്യുന്നതിൻ്റെ കഥയാണ്. ഗ്രാഫിക്സൊക്കെ ഒന്നുമില്ല, വിഷയം മോനെ. ഗ്രാഫിക്സൊക്കെ ഒന്നും പറയാനില്ല, പക്ക. എൻ്റെ മോനെ ഇത് ഫസ്റ്റ് നമ്മൾ കയറ്റുമ്പോൾ 3 GB ആണ്. പിന്നെ അഡീഷണൽ 1 GB കൂടി കയറി. ഫസ്റ്റത്തെ മാപ്പ് എന്തായാലും 4G ആണ്. സെക്കൻഡ് മാപ്പാണ് നമ്മളെ വലിപ്പിക്കുന്നത്. 10 GB ആണുള്ളത്. പക്ക ഗ്രാഫിക്സ് ഉണ്ട്. അതൊക്കെ കറക്റ്റ് ചൈനീസ് പറയണ്ടാവും. മാര് പിന്നെ അങ്ങനെയാണല്ലോ. ചവറ് കാണാതെ സാധനം കാണിച്ചിട്ട് വളി. പക്ഷേ എന്നാലും മൊബൈലിൽ അതിനൊക്കെ സമ്മതിക്കാം. മൊബൈൽ ഇത്ര ഗ്രാഫിക്സോട് കൂടിയത് നമ്മൾ പബ്ജിയെ പോലെ ഓൺലൈനായിട്ട് കൂട്ടുകാരോടൊപ്പം കളിക്കാനൊക്കെ പറ്റുന്നൊരു കിടില ഗെയിമാണ് ഗൈസ്. ഫുള്ള് സ്റ്റോറിയാണ്. വലിപ്പിക്കൂ. എന്തോടെ സംസാരിക്കും മനസ്സിലാവുന്നില്ല. ഡോണ്ട് ബീറ്റ് എന്താ കഥ തുടങ്ങി ഗൈസ്. പക്ഷെ എൻ്റെ മോനെ അങ്ങനെ നമ്മുടെ ശത്രുക്കൾ വന്നു ഗൈസ്. ഇനിയാണ് കഥ. ഇനി എങ്ങനെയാണ് കളിയെന്ന് നമുക്ക് നോക്കാം.
ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. ഫസ്റ്റ് കുറച്ച് കളിച്ചപ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റ് ഞാൻ നോക്കിയായിരുന്നു, തുടക്കത്തിൽ ലാഗുള്ളൂ. അതിൽ എൻ്റെ ഉപയോഗിക്കുന്ന പ്രശ്നമാണ്. നെറ്റാണ് ഞാൻ കയറ്റിയ സമയത്ത് ഇത് ഫുള്ള് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലാഗേ ഉള്ളൂ. ഞാൻ 3 പ്രാവശ്യം ഇത് കയറ്റി. കാരണം ഞാൻ ഫസ്റ്റ് കയറ്റിയത് മറ്റേ പ്ലേ സ്റ്റോറിൽ കിട്ടാത്തതുകൊണ്ട് ഒരാളുടെ വീഡിയോ കണ്ട് കയറ്റിയത്. പക്ഷേ അതിൽ ഇച്ചിരി കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് കയറ്റിയതാണ് ഇത്. ഉണ്ടാവില്ല, 3ാമത് കയറ്റിയത് ടാപ്പ് എന്നൊരു ആപ്പ് ഇത് കിട്ടുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ ലിങ്ക് ഇടാം. അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ ആദ്യത്തെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒന്നും പറയണ്ട, പക്ക ഗ്രാഫിക്സൊക്കെ ഒന്നും പറയാനില്ല. ഇതെങ്ങോട്ട് ആരുടെ എവിടെ നോക്കി ഇവിടെ ഒന്നും ആരുമില്ല, ഒന്നും കൊള്ളുന്നില്ല. നമ്മൾ കൊള്ളിയും വെക്കി കൊള്ളു. ഓ അതും പോയി, അതും പോയി. കിട്ടി അവനൊക്കെ നല്ലേനെ എൻ്റെ അവിടെ കളി. നമ്മൾ പ്രോയാണ്, നമ്മളൊക്കെ വലിയ വലിയ കളിക്കാരന്മാർ. ഇതാരുടെ അവനൊക്കെ ഉണ്ട്. ഞാൻ വെടിവെക്കിട്ടാണെങ്കിൽ ഇവന് കളിക്കാൻ കയറ്റിയിട്ട് എന്നെ പറ്റിക്കും. അവിടെ നിന്ന് ആരും ഇല്ല ഇടി. അയ്യേ മോനെ പൊള്ളിയിട്ട് എന്താ ഗ്രാഫിക്സ് മോനെ, ഒരു വിഷയം എന്താണ് എല്ലാം ഉണ്ടോ ഇവിടെ വെച്ചാൽ. എൻ്റെ അടുത്തോട്ട് വാ കാണിച്ചാൽ 1 പൊട്ടറ്റ് 2 അല്ലേ. കൊണ്ട് അത് പോയി പൊയ്ക്കടാവനെ. 3 അതാണ് 4 പൊട്ടയും 4 പൊട്ടയും 5 പൊട്ടയും 6 പൊട്ടയും. അത് കൊണ്ട് അവൻ കൊണ്ടില്ല. അയ്യേ മരിച്ചില്ല. ഇവിടെ ഒന്നും ആരില്ല. പോവാം. ഇവിടെ ആരുമില്ലേ? ആദ്യം ഹലോ അയ്യോ ഇനി എന്തുവാണ്? അയ്യോ മോനെ, എൻ്റെ മോനെ അതൊക്കെ വിഷയമാണ്. സിനിമാറ്റിക് അവർ തന്നെ ഇല്ലേ? ഇതാണ് മെയിൻ വില്ലൻ. ഇതായിരിക്കും മെയിൻ വില്ലൻ. ആനയാണത്. ഇവനായിട്ടുള്ള ഫൈറ്റ് എല്ലാം കാണും. ദ വോയിഡ് കിങ്, സെർവൻറ് ഓഫ് എംപറർ പൊളി. ഇവിടെ ഒരു ഫൈറ്റ് എന്തായാലും കാണും. ബാ അടിക്കാനുള്ള തയ്യാറെടുപ്പോടെയാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ്. കമോൺ എല്ലാം അതിനെ നമ്മൾ ചെയ്യും. നമ്മൾ പ്രോയാണ്. ഗൈസ് ഒറ്റക്കാണ് നമ്മളെ ചെറുക്കനടിക്കുന്നത്. ഒരു കൈ കുഞ്ഞും ഒരു കൈ വാളും. എന്നിട്ട് എന്ത് ചെയ്യാൻ ഏതോണ്ടിരിക്കുന്നത് പഠിപ്പിക്കല്. ബാബാ പഠിപ്പിക്കണമെന്ന് വേണ്ട, അറിയാം. അങ്ങോട്ട് മാറിയിരിക്കും. അങ്ങോട്ട് കേട്ട് ഇവനും 1 2 3 ഇല്ലെങ്കിൽ കൊള്ളാം. നിങ്ങളെല്ലാവരും ഗൈസ് ഒന്ന് കളിക്കണം. നിങ്ങളെല്ലാം അട്ടാറ് സാധനം തന്നെ കേട്ടാ. എൻ്റെ മോനെ ഒരു വിഷയം ഗെയിമാണ്. കൊള്ളാം, നല്ല രസമുണ്ട് കളിക്കാൻ. നല്ല സ്റ്റോറിയാണെന്നൊക്കെ പറയുന്നുണ്ട്. തുടക്കം കണ്ട് ഇത് കാണാൻ എനിക്ക് മനസ്സിലായില്ല. നല്ല അടിപൊളി സ്റ്റോറിയാണ്. അത് എന്തുവാടി കൊല്ലാനില്ലരാ, മാറാനാ പറയുന്നത്. എന്നിട്ട് ഞാൻ മാറണം പറയുമ്പോൾ നോക്ക് കൊല്ലുന്ന ഇല്ലേ? അയ്യോ കറക്റ്റായില്ലേ? അതാണ് എൻ്റെ അവിടെ കളിക്കുക. എന്തോ എനർജിയൊക്കെ വെക്കാം. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. അസിസ്റ്റ് ഡിഫൻഷൻ നോക്കട്ടെ. കോട്ടിട്ട് നമുക്ക് അമ്പ് ഡിഫൻഡ് മോനെ, അത് കൊള്ളാം. ഇതൊക്കെ ഇത് തന്നെ മരിക്കാം ഓൺലൈനിൽ ഇനി എന്താണാവോ? ആരും ഇല്ലേ? ഹലോ വാടാ, നമ്മളെ കിങ് വന്ന്. അയ്യോ ഇവനാ നമ്മളെ അതാണ് പിന്നെ പുള്ളി. ടെലിപ്പോർട്ടൊക്കെ അടിപൊളിയായിട്ട് മുടക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായി വെട്ടും. കറക്റ്റ് അപ്പുറത്ത് ടെലിപ്പോർട്ടാണ്. ഡിഫെൻഷൻ ഓഫ് സെറ്റ്
എന്താണ് എൻ്റെ കളി വളരെ കിങ്ങാടാ കിങ് പാടേറിയ മോനെ അതൊക്കെ പവർ സ്കില്ല് അല്ലേ, ഒന്നും പറയാനില്ല. വിഷൻ സ്കില്ല് ഇതോ ഇല്ലേ. അടിച്ച ഇപ്പം തീരും കഥ, അവൻ്റെ തീർക്കണം അവൻ്റെ കഥ എന്ന് പറയാൻ മാറി. കഥ തീർക്കാനൊക്കെ എന്നെ പോകാൻ അടിച്ചു മാറണു. ഒന്ന് നിൽക്കാൻ പോലും സമയം എന്താ പോയി. അടി ആയിരത്തി കൂടി. ഓ ഫസ്റ്റ് സെക്കൻഡ് 2 പ്രാവശ്യം കൊല്ലണില്ലേ. അത് കൊള്ളയില്ല. അടി ആ സ്കില്ല് എങ്ങനെ കിട്ടിയതാവും. ഇനി ഫസ്റ്റ് ടൈം വേണ്ടാണോ അറിഞ്ഞൂടാ. കൊള്ളാം ഗൈസ്. അത് കൊള്ളണം. വൈറ്റ് കുത്തി ഇങ്ങനെയാണ് അത്ര ഗ്രാഫിക്സ്. പക്ഷെ ഗ്രാഫിക്സിനുള്ളത് മേടിക്കുന്നുണ്ട് കേട്ടോ. പൈസ അല്ല, GB നല്ല പോവും. നല്ല GB ഉണ്ട്. ഫോൺ നല്ല ഇതാണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ പൈസ, അല്ലെങ്കിൽ പോവും. അത്രയ്ക്കും നല്ല ഉമ്മാർ പൈസ നോക്കുന്നുണ്ട്. എന്തുവാടെ ഒന്നും കിട്ടുന്നുണ്ടോ. ഞാൻ ലാഭം മരിക്കടാ, പകുതിയോടെ എത്തി. എനിക്കും പറക്കാൻ ശക്തി ഉണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നോ. തീർന്നിട്ടാ മോനെ. അടിപൊളി അല്ല പിന്നെ മരിച്ചു ചത്ത്. എൻ്റെ കളി പ്രോ അല്ല പിന്നെ എന്തോ ഈ മരിച്ച ആളുടെ ഈ ചേറിപ്പോണോട് എടാ ജനിച്ചടാ. ഇനി ഞാനായിട്ട് അടി ഉണ്ടാക്കണോ. ഫ്ലാഷ് ബാക്ക് എൻ്റെ മോനെ. ഇതൊക്കെയാണ് ഗെയിം. കണ്ട് പഠിയുടെ സ്റ്റോറി ഗെയിമൊക്കെ ഇങ്ങനെ ആവണം. പൊളി അത് കൊള്ളാം. ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം. സ്റ്റോറി കറക്റ്റ് ടൈമിന് ഫ്ലാഷ് ബാക്ക്. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരും അടുത്ത വീഡിയോയിലേക്ക് കാത്തിരിക്കുക. ഉടനെ അടുത്ത വീഡിയോ ഇറക്കുന്നതായിരിക്കും. എന്തായാലും ഈ സ്റ്റോറി ഫസ്റ്റ് ഞാൻ ഒരു ഗസ്റ്റായിട്ട് കളിക്കുന്നുണ്ട്. കളിച്ചതിന് ശേഷമേ കഥ മനസ്സിലായിട്ട് ഞാൻ ബാക്കി ഇടുന്നുള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ജീവൻ കളഞ്ഞടാ. നമ്മളെ കൊന്ന് തലയിൽ കൂടെ ഇല്ല ഇറക്കിയേക്കൊന്ന്. എൻ്റെ മോനെ മരിച്ചു. ഇപ്പം ഈച്ചയുടെ പവർ കൊണ്ടാടാ ജീവിച്ചേ. മോനെ അവനെ കൊന്നല്ലേ മരിച്ചാടി. ഈച്ച ഇനി എങ്ങോട്ട് തുറന്നു ഡേ സീൻ. അപ്പം ഇവനാണ് മെയിൻ വില്ലൻ. ഇവനപ്പം ഓരോ ഈച്ചയെ പറഞ്ഞു വിട്ടായിരിക്കും എല്ലാത്തവന്മാരെ നമ്മളെ കൊല്ലുന്നത്. അടുത്ത ഈച്ചയെ കേട്ടായിരിക്കും പറഞ്ഞു വിട്ടിരുന്നു. നമ്മൾ വരുവാടാ, നീ അവിടെ നിന്നോ. ഓൺ ദ വേ. അപ്പോൾ ഈ കഥ നടക്കുന്നത് 962 CE സോണി ഡൈനസ്റ്റി എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കഥ നടക്കുന്നത്. അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തി. എന്തുവാ ഇതാണ് നമ്മളെ വീട്. മോനൊന്നും പറയാനില്ല. എല്ലാവരും ട്രൈ ചെയ്യണം. അത്രയ്ക്കും കിടുക്കാച്ചി ഗെയിം തന്നെ. ഒന്നും പറയാനില്ല. ട്രൈ ചെയ്യാനുള്ള എല്ലാവരും ട്രൈ ചെയ്തു. അത്രയും കിടുക്കാച്ചി ഗെയിം. നമ്മളെ ചറക്കം വലുതായെന്ന് തോന്നുന്നു. ആ കൊച്ചു വലുതായി. ഇപ്പം വലിയ ചറക്കനെ. ഗുഡ് ബോയ്. പക്ഷെ ഇവൻ അത്രയും കളവനായില്ലല്ലോ. ഇത്രയായിട്ട് കളവനായില്ല. ഇതാണ് നമ്മളെ മാപ്പ്. ഇവരെയൊക്കെ നമ്മളിപ്പം ഫൈറ്റ് ചെയ്യണോ. ഇതിൻ്റെ 2 3 4 5 ഇവനല്ലേ നേരത്തെ കാണിച്ചത്. 6 ഇതുണ്ടോ.
മെയിൻ അവനെ കാണിച്ചില്ലല്ലോ. 6 പേരെ ഉണ്ട്. ഇപ്പം 6 പേരെയാണ് മെയിൻ ബോസായിട്ട് ഇവിടെ കാണിക്കുന്നത്. 6 പേരെ നമ്മൾ കൊല്ലണം ഗൈസ്, കൊല്ലണം. എൻ്റെ മോനെ, ഇതൊക്കെയാണ് മോനെ ഔറ. സിനിമാറ്റിക് ഔറ മോനെ. അപ്പം ഗൈസ് ഇവിടെ വെച്ച് എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.